കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് CPM ബാഡ്ജ് കുത്തിക്കൊണ്ട് അവിടെ പ്രചരണത്തിന് ഇറങ്ങിയിരുന്നുവെന്ന് നിലമ്പൂരിൽ നിൽക്കുന്ന എനിക്ക് വിവരങ്ങളുണ്ട്. പക്ഷേ ഞാനത് ഒരു രാഷ്ട്രീയ ആരോപണമായിട്ട് ഉന്നയിക്കാത്തത് എന്റെ പക്കൽ അത്തരത്തിലുള്ള ചിത്രങ്ങളും ദൃശ്യങ്ങളുമില്ല. സമൂഹ മാധ്യമങ്ങൾ ഇത്രയേറെ സജീവമായിരിക്കുന്ന കാലഘട്ടത്തിൽ ഇയാളൊരു കോൺഗ്രസ് പ്രവർത്തകനാണ് എന്ന് പറയുന്നതിന്റെ എന്ത് തെളിവാണ് ശ്രീ അരുൺകുമാറിനുള്ളത്? പ്രതിഷേധത്തെ ഒരു തിരഞ്ഞെടുപ്പുമായി കൂട്ടിക്കെട്ടേണ്ട ആവശ്യം സർക്കാരിനുണ്ടോ? ജനാധിപത്യത്തിൽ പ്രതിഷേധം അനുവദിക്കണം എന്ന് നിരന്തരം ആവശ്യപ്പെടുന്ന പാർട്ടിയല്ലേ CPM? ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പലതവണ ആവർത്തിച്ചു, ദൃശ്യമാധ്യമങ്ങളുള്ള കാലമാണ്, സോഷ്യൽ മീഡിയയുള്ള കാലമാണ്. അതെ, കാലമാണ്. പകല് വാതിലെല്ലാം കൊട്ടിയടച്ച് ഇനി ചർച്ചയില്ല, ഞങ്ങളെല്ലാം അവസാനിപ്പിച്ചു എന്ന് പറയുകയും രാത്രി പോയി തലയിൽ തുണിയിട്ട് ചർച്ച നടത്തുമ്പോൾ ദൃശ്യമാധ്യമങ്ങളും സോഷ്യൽ മീഡിയയുമാണ് കോൺഗ്രസിന്റെ ഈ രാഷ്ട്രീയ പാപ്പരത്തം പുറത്തു കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പെൻഷൻ കൈക്കൂലിയാണെന്നും അതുപോലെ മലപ്പുറത്തെ അപമാനിച്ചു, ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. മറ്റൊരു രാഷ്ട്രീയ വിഷയങ്ങളും ഉയർത്താൻ ധൈര്യമില്ലാത്തവരായി ഈ കേരളത്തിലെ കോൺഗ്രസ് അധംപതിക്കുന്നതും ഇവിടെ ദൃശ്യമാധ്യമങ്ങളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയും എല്ലാം ഉണ്ട്. എത്ര നുണ നിങ്ങൾ പ്രചരിപ്പിച്ചാലും വ്യാജ പ്രചരണം നടത്തിയാലും അത് കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് പൊളിച്ച് കളയാൻ ശേഷിയുള്ള സമൂഹം ഇവിടെയുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് മറ്റൊരു വിഷയത്തിലേക്കും കടക്കാതെ പോകുന്നത്. പിന്നെ നിങ്ങൾ പറഞ്ഞു മന്ത്രി എന്ന് പറയുന്ന അശ്ലീലം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ മന്ത്രിയുടെ അശ്ലീല നാവിൽ നിന്ന് വന്നിരിക്കുന്ന വാചകം എന്താണ്? ഇതൊരു ഗൂഢാലോചനയാണ്. ഗൂഢാലോചനയാണെന്ന് പറഞ്ഞാൽ നിഷ എന്തായിരിക്കണം ഗൂഢാലോചന? രാഷ്ട്രീയ അശ്ലീലം. താങ്കൾ എത്ര ഇത്തരം മോശം വാക്ക് ഉപയോഗിച്ചാലും ഞാൻ അതിന് മറുപടി പറയുന്നില്ല. സ്വന്തം നേതാവ് കെ കരുണാകരന്റെ ആ പിതൃത്വമായി ബന്ധപ്പെട്ടുകൊണ്ട്, പത്മജ വേണുഗോപാലിന്റെ പിതൃത്വമായി ബന്ധപ്പെട്ടുകൊണ്ട് സംശയം ഉന്നയിക്കുമ്പോഴും താങ്കൾ രണ്ട് വാക്ക് പറഞ്ഞു. ഏതായിരുന്നു? പൊളിറ്റിക്കൽ തന്ത, ബയോളജിക്കൽ തന്ത. അത് താങ്കൾ സംഭാവന ചെയ്ത കേരള രാഷ്ട്രീയത്തിലെ ചില വാക്കുകളാണ്. അതുകൊണ്ട് താങ്കളുടെ ഇത്തരം പ്രയോഗങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നില്ല. ഓരോരുത്തരും ഇത്തരം പ്രയോഗങ്ങൾ നടത്തുന്നത് അവരവരുടെ നിലവാരമനുസരിച്ചിട്ടാണ്. അവരവരുടെ ആ നിലവാരമനുസരിച്ച് എത്ര പറഞ്ഞാലും അതിലേക്ക് മറുപടി പറയുന്നില്ല. ഇവിടെ താങ്കൾ ചോദിച്ച ചോദ്യം, ആങ്കർ എന്നോട് ചോദിച്ചത് കൃത്യമായി മന്ത്രി പറഞ്ഞു. എന്താണ്? അരമണിക്കൂറിനുള്ളിൽ ഇത്തരത്തിൽ ഒരു പ്രക്ഷോഭം, ഏതെങ്കിലും ഒരു വന്യജീവി ആക്രമണം ഉണ്ടായാൽ സ്വാഭാവികമായിട്ട് പ്രതികരണം ഉണ്ടാകുന്നത് പോലെയല്ല ഇത്. രാത്രികാലങ്ങളിൽ റോഡ് ഉപരോധിച്ച് കേന്ദ്രീകരിച്ചത് മുഴുവൻ വനം വകുപ്പ് പ്രതി, ഗവൺമെന്റ് പ്രതി, KSB പ്രതി എന്ന രൂപത്തിൽ സ്റ്റേറ്റ് സ്പോൺസേഡ് മർഡർ എന്ന രൂപത്തിൽ തന്നെയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, അവസാനം പറയാണ് CPM ബാഡ്ജ് കുത്തി നടന്നു. താങ്കൾ അടുത്ത ദിവസം താങ്കൾ പറയും CPM ലോക്കൽ കമ്മിറ്റി അംഗമാണ്, 2 ദിവസം കഴിയുമ്പോൾ പറയും CPM ഏരിയ കമ്മിറ്റി അംഗമാണ്. ഇതൊക്കെ കുറെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ആ പ്രാദേശികമായിട്ടൊന്ന് പോയി അന്വേഷിച്ചാൽ അറിയാം ആരാണ് ഇദ്ദേഹം, എത്ര വർഷമായി കോൺഗ്രസിന്റെ ഭാഗമായിട്ട് അണിനിരക്കുന്നു, അദ്ദേഹത്തിന് ആ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടുള്ള ബന്ധം, ആ പഞ്ചായത്ത് കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്ത് എന്തുകൊണ്ട് ഇതിനകത്ത് ഞങ്ങൾ പ്രതിഷേധിച്ചു പോലും. ഞങ്ങൾ പിന്നെ പ്രതിഷേധിക്കേണ്ട നിഷ, ഞങ്ങൾ എന്തുകൊണ്ട് പ്രതിഷേധിക്കാതിരിക്കണം? എല്ലാവരും കൂടി ടൗണിൽ, അതായത് ആ പ്രതിഷേധത്തിൽ പങ്കെടുത്ത ആളുകളെല്ലാം ആ ദിവസത്തെ തെരഞ്ഞെടുപ്പ് വർക്ക് കഴിഞ്ഞ് ടൗണിൽ നിൽക്കുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. മറ്റൊന്ന് കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞത്, ഒരാളും ഈ മരണത്തെ മാർക്കറ്റ് ചെയ്തിട്ടില്ല. ആരാ ചെയ്തത്? അത് കോൺഗ്രസ് ആണ്. ഒറ്റ കാര്യം, ഇത്തരത്തിൽ ഒരു ദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടായെന്ന് താങ്കൾ പറയുന്നു. അങ്ങനെ പ്രതിഷേധമുണ്ടായാൽ അതിന്റെ ഭാഗമായി കൂട്ടുകാർ ഒത്തുകൂടുന്നത് ചിരിച്ചുല്ലസിച്ച് അട്ടഹസിച്ച് പൊട്ടിച്ചിരിച്ചുകൊണ്ട് സ്വന്തം സോഷ്യൽ മീഡിയയിലൂടെ അത് പോസ്റ്റ് ചെയ്യുമോ? അങ്ങനെ പോസ്റ്റ് ചെയ്താൽ എന്താ അതിൽ ഉറച്ചു നിൽക്കാത്തത്? അതിൽ നിന്ന് പിൻവലിച്ച് ആ മെസ്സേജ്, ആ കൃത്യമായിട്ടുള്ള പോസ്റ്റ് സ്വയം പിൻവലിക്കാനുണ്ടായിട്ടുള്ള സാഹചര്യം എന്താണ്? ഇത് നമ്മൾ പൊതുസമൂഹത്തിൽ കണ്ടതല്ലേ? മിനിങ്ങാന്ന് രാവിലെ മുതൽ സോഷ്യൽ മീഡിയ, അതായത് മിനിങ്ങാന്ന് രാത്രി മുതൽ ഇന്ന കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ സമരത്തിന് ശേഷം കൂട്ടുകാരുമൊത്ത് എന്ന് പറഞ്ഞ് പ്രസിദ്ധീകരിച്ച ചിത്രം മുതൽ നിരവധി ചിത്രങ്ങൾ, ആ സമരത്തിൽ പങ്കെടുക്കുന്ന ജ്യോതികുമാർ ചാമക്കാല കോൺഗ്രസിന്റെ നേതാവ് അടക്കം നിരവധി നേതാക്കന്മാർ ചിരിച്ചുല്ലസിച്ച് നിൽക്കുന്ന പടങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൃത്യമായി വ്യക്തമായിട്ടുണ്ട്. അതിലെ പടങ്ങളാണ് അവർ പിൻവലിച്ച് കൃത്യമായി പോസ്റ്റ് പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇവിടെ പലതും നിലപാട് തന്നെയാണല്ലോ വിഷയം. ഇടതുപക്ഷത്തിന്റെ ഏതെങ്കിലും നേതാക്കന്മാർ ഒരു പോസ്റ്റ് ഇട്ടാൽ ഗാസയായാലും ബാബറി മസ്ജിദ് ആയാലും യുദ്ധമായാലും ആ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് ഒരടി വ്യതിചലിച്ചിട്ടില്ല. UDF സ്വന്തം പോസ്റ്റ് മുക്കിപ്പോകേണ്ട വന്ന നിരവധി സാഹചര്യങ്ങൾ നമ്മൾ കാണുകയാണ്. അനന്തുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വൃത്തികെട്ട രാഷ്ട്രീയമാണ് വനം മന്ത്രിയും മറ്റ് ഭരണകക്ഷി നേതാക്കളും പറയുന്നതെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. വനം മന്ത്രി തിരുത്തിയാൽ പോരാ, മാപ്പ് പറയണമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെടുന്നു. എന്താണ് പ്രതികരണം? ഈ അതിദാരുണമായിട്ടുള്ള സംഭവം, വളരെ ചെറിയൊരു പയ്യൻ ഫുട്ബോൾ കളിക്ക് ശേഷം മീൻ പിടിക്കാൻ പോയതോ കുളിക്കാൻ പോയതോ ആ സമയത്തുണ്ടായിട്ടുള്ള ഒരു അപകടം ഒരു കാരണവശാലും നടക്കാൻ പാടില്ലാത്ത, സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ്. ഈ സംഭവം ഉണ്ടായി വിവരം പുറത്തു വന്നപ്പോൾ അരമണിക്കൂറിനുള്ളിൽ അത് സ്റ്റേറ്റ് സ്പോൺസേഡ് മർഡർ ആണ് എന്ന് വിശേഷിപ്പിച്ചത് കോൺഗ്രസിന്റെ സമുന്നതരായിട്ടുള്ള നേതാക്കന്മാർ, അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാർ തന്നെയാണ്.
ആ സ്റ്റേറ്റ് സ്പോൺസേഡ് സമരമാണെന്ന് പറയുക മാത്രമല്ല, റോഡ് ഉപരോധമടക്കം നടത്തി വലിയ തരത്തിൽ ആളെ കൂട്ടി ഈ സാഹചര്യത്തെ, ഈ ദൗർഭാഗ്യകരമായിട്ടുള്ള ദുഃഖകരമായിട്ടുള്ള സാഹചര്യത്തെ രാഷ്ട്രീയപരമായിട്ട് പ്രയോജനപ്പെടുത്താനാണ് അവർ ശ്രമിച്ചത്. അതിനുശേഷം കിട്ടിയ ഒരു സുവർണാവസരം എന്ന രൂപത്തിൽ പല പ്രചരണങ്ങളും അവർ അതിന്റെ ഭാഗമായിട്ട് നടത്തി, പല വെല്ലുവിളികളും അതിന്റെ ഭാഗമായിട്ട് നടത്തി. ഒരു സുവർണാവസരത്തെ രാഷ്ട്രീയപരമായിട്ട് പ്രയോജനപ്പെടുത്താൻ നോക്കിയ ഒരു സാഹചര്യം, ആ സാഹചര്യം കൃത്യമായി പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ടോ? കാരണം ഈ സംഭവം പുറത്തു വന്ന അരമണിക്കൂറിനുള്ളിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. കാരണം ഇതൊരു അപകടമാണ്, ആക്സിഡന്റ് ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. ആ ഒരു സാഹചര്യത്തിലും തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിയിട്ട് രാഷ്ട്രീയപരമായിട്ട് അതിനെ ഉപയോഗിക്കുകയും തെരഞ്ഞെടുപ്പ് ലാഭത്തിന് വേണ്ടി ആ വിഷയത്തെ വളച്ചൊടിക്കുന്നതും കോൺഗ്രസ് നേതാക്കന്മാരുടെ ഒരു സ്ഥിരം ശൈലി ആയതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള പ്രതികരണം പൊതുസമൂഹത്തിൽ വന്നത്. പണ്ട് സ്വന്തം വീടിന് തന്നെ കല്ലെറിഞ്ഞ് ഒരു ലീന എന്ന് പറയുന്ന സ്ത്രീ CPM കാരാണ് കല്ലെറിഞ്ഞതെന്ന് തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞു. അവസാനം പോലീസ് അന്വേഷണം നടത്തി ലീനയുടെ മകൻ തന്നെ പറഞ്ഞു, അമ്മ പറഞ്ഞിട്ട് ഞാൻ കല്ലെറിഞ്ഞതാണ്, അമ്മയ്ക്ക് സീറ്റ് ഉറപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അതുപോലെ സെൽവരാജ് മുൻ MLA CPM-ന്റെ ഭാഗമായിരുന്നു, പിന്നെ കോൺഗ്രസിന്റെ ഭാഗമായി മാറി. അദ്ദേഹത്തിന്റെ വീടിന് കല്ലെറിഞ്ഞു. അവസാനം CPM കാരാണ് കല്ലെറിഞ്ഞതെന്ന് തന്നെ അദ്ദേഹം വലിയ പ്രസ്താവന ഇറങ്ങി രംഗത്ത് വന്നു. അവസാനം സെൽവരാജിന്റെ ഗൺമാനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അദ്ദേഹം കുറ്റം സമ്മതിക്കുന്നത് നാം കണ്ടു. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ നേതാവ് ഒരു സതികുമാരി മുടി മുറിച്ചു. CPM കാർ ബലമായി എന്റെ മുടി തെരഞ്ഞെടുപ്പ് സമയത്ത് മുറിച്ചു, വലിയ വാർത്തയായി. അവസാനം അന്വേഷണ റിപ്പോർട്ട് വന്നപ്പോൾ സതികുമാരി തന്നെ പറഞ്ഞു, ഞാൻ സ്വയം എന്റെ മുടി മുറിച്ചതാണ് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി. വാളയാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 പെൺകുട്ടികൾ മരിച്ചപ്പോൾ ആ മരണം ശരിക്കും മാർക്കറ്റ് ചെയ്ത് അമ്മയെ UDF കേരളത്തിന്റെ മുഖ്യ മണ്ഡലങ്ങളിൽ കൊണ്ടുപോയി മത്സരിപ്പിച്ച് പ്രചരണം നടത്തി. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കെതിരെ മത്സരിപ്പിച്ച് ആ തെരഞ്ഞെടുപ്പ് കാലത്ത് മുഴുവൻ ആ സ്ത്രീയെ കൊണ്ടു നടന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിച്ചത് നമ്മുടെ മുന്നിലുണ്ട്. അവസാനം CBI ആ സ്ത്രീക്കെതിരെ തന്നെ കുറ്റപത്രം കൊടുത്തു. കുറച്ചുനാൾ പുറകിലേക്ക് നോക്കിയാൽ നിസ്കാര പായയിൽ വെച്ച് ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ, നബീസു എന്ന് പറയുന്ന സ്ത്രീ നാദാപുരത്ത്, അവസാനം ബിനു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. ഏറ്റവും അവസാനം ഈ നബീസും ഭർത്താവും പറഞ്ഞു, കോൺഗ്രസുകാരും ലീഗുകാരും എന്നെ കൊണ്ട് മനഃപൂർവ്വം പറയിച്ചതാണ് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി. കുറച്ചുകൂടെ പുറകിലേക്ക് പോയാൽ ഫ്ലോറിയുടെ ഭർത്താവ് പറഞ്ഞതും, അതുപോലെ തന്നെ തങ്കമണി പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ട ആ സഹോദരന്റെ ഭാര്യയെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉപയോഗിച്ച് അവസാനം അവർ തന്നെ പത്രസമ്മേളനം നടത്തി യഥാർത്ഥ വിവരം പറഞ്ഞതുമെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെ ദാരുണമായിട്ടുള്ള ദുഃഖകരമായിട്ടുള്ള ഒരു 15 വയസ്സുകാരന്റെ ജീവൻ നഷ്ടപ്പെട്ട സംഭവത്തെ രാഷ്ട്രീയപരമായിട്ട് പ്രയോജനപ്പെടുത്തുക, അരമണിക്കൂറിനുള്ളിൽ റോഡ് ഉപരോധിച്ചുകൊണ്ട് പ്രത്യക്ഷ സമരം നടത്തുക, അത് സ്റ്റേറ്റ് സ്പോൺസേഡ് മർഡർ ആണ് എന്ന് പ്രഖ്യാപിക്കുക, കൊട്ടിഘോഷിക്കുക, അതിന്റെ പേരിൽ സെൽഫി എടുത്ത് പ്രചരിപ്പിക്കുക, സമരം കഴിഞ്ഞ് ഞങ്ങൾ ആഘോഷിക്കുന്ന രൂപത്തിലുള്ള സെൽഫി. അതിനുശേഷം അവസാനം ജനങ്ങളുടെ പ്രതിഷേധം വന്നപ്പോൾ തന്റെ സ്വന്തം പോസ്റ്റ് മുക്കി കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് രക്ഷപ്പെട്ടു പോകേണ്ടി വരുന്ന സാഹചര്യം വന്നിരിക്കുന്നു. ഒരു മരണം സംഭവിച്ച്, ഒരു ദാരുണമായിട്ടുള്ള സംഭവം സംഭവിച്ച് അരമണിക്കൂറിനുള്ളിൽ നടത്തിയ ഇത്തരത്തിലുള്ള സമര കോലാഹലങ്ങളും സ്റ്റേറ്റ് സ്പോൺസേഡ്, ഒന്ന് ആലോചിക്കുക, ആ വാക്കിന്റെ അർത്ഥം പിടികിട്ടാതെയാണോ ഇവർ പറയുന്നത്? ഗവൺമെന്റ് തന്നെ സ്പോൺസർ ചെയ്തുണ്ടാക്കിയ കൊലപാതകമാണെന്ന് പറയുന്നത് കൃത്യമായി രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഒരു തെരഞ്ഞെടുപ്പിൽ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന UDF-ന്റെ പ്രചരണത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ സമര കോലാഹലങ്ങൾ നടത്തിയത്. അതിന്റെ ഭാഗമായി സെൽഫി എടുത്ത് പ്രചരിപ്പിക്കുന്നത്, വളരെ സന്തോഷത്തോടെ അത് ആഘോഷിക്കുന്നത്, ആ ഒരു സംഭവത്തെയാണ് വളരെ കൃത്യമായി ചിത്രീകരിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞത്, നേതാക്കന്മാർ പറഞ്ഞത്. കൊല ചെയ്യാൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ശ്രമിച്ചു എന്ന് പറയുന്നത് ശരിക്കും അങ്ങനെ തന്നെ ഒരു സംശയം സർക്കാരിനും LDF-നും ഉണ്ടോ? അത്രയും ചെയ്യും ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ എന്ന വിചാരം ശരിക്കുമുണ്ടോ? ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇത് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ് കിട്ടിയ ഒരു അവസരമായി ഉപയോഗപ്പെടുത്തിയതാണോ, അവസരം ഉണ്ടാക്കിയതാണോ എന്നൊരു സംശയമുണ്ട്. ആർക്കും മന്ത്രിക്ക് സംശയിക്കാൻ പാടില്ലേ ഇത്തരത്തിലൊരു ദാരുണമായിട്ടുള്ള സംഭവം? ഇവിടെ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ, പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകൻ, ബൂത്ത് കമ്മിറ്റി അംഗം ഇത്തരത്തിൽ ദാരുണമായിട്ടുള്ള ഒരു സംഭവം, ആ സംഭവം ഉണ്ടായി, ഒരു കുട്ടി മരണപ്പെട്ടിരിക്കുന്നു. ആ മരണപ്പെട്ട ഏറ്റവും വേദനാജനകമായിട്ടുള്ള ആ സംഭവത്തിൽ കേന്ദ്രീകരിക്കാതെ അതിനുശേഷം പറഞ്ഞ പ്രസ്താവന മന്ത്രിക്ക് സ്വാഭാവികമായിട്ടും സംശയിക്കാം. എന്താണ് ഇത്തരത്തിലുള്ള, അല്ലെങ്കിൽ മരണം സംഭവിച്ചു എന്ന് അറിയുമ്പോൾ എന്തിനാ ഈ റോഡ് ഉപരോധിക്കണേ? ഒരു മാസം മുമ്പ് ഇതേ പ്രദേശത്ത് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ മരിച്ചിരുന്നു. പേരറിയോ? പുത്തരിപ്പാടം രാമകൃഷ്ണൻ, കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനാ. അവിടെ ഒരു കോൺഗ്രസ്സുകാരും തിരിഞ്ഞു നോക്കിയില്ല, ഒരു റോഡും ഉപരോധിച്ചില്ല, ഒരു സമരകോലാഹലം ഉണ്ടായിരുന്നില്ല, ഒരു സ്റ്റേറ്റ് സ്പോൺസേഡ് മർഡറും ആയിരുന്നില്ല. കാരണം അന്ന് ഉപതെരഞ്ഞെടുപ്പില്ല. ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് അത് സ്റ്റേറ്റ് സ്പോൺസർ. എന്തായിരുന്നു ഇവരുടെ മുഖഭാവം, ശരീരഭാഷ? എന്ത് ആക്രമണമായിരുന്നു ഗവൺമെന്റിനെതിരെ? പിറ്റേ ദിവസം അതേ നേതൃത്വം തന്നെ സ്വന്തം ഫേസ്ബുക്ക് പേജ് പോസ്റ്റ് പിൻവലിച്ചു പോകേണ്ടി വന്ന സാഹചര്യം കണ്ടില്ലേ? LDF നേതാക്കൾ, CPM സംസ്ഥാന സെക്രട്ടറി അടക്കം പറയുന്നത് പ്രതിയുടെ ടെലിഫോൺ പരിശോധിച്ചാൽ എന്താണ് സംഭവിച്ചതെന്നറിയാം, ഈ രാഷ്ട്രീയ ഗൂഢാലോചന ഈ സംഭവത്തിന് പിന്നിൽ ഉണ്ടോ എന്നറിയാമെന്നാണ്. എന്തടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത്? അതായത് ഈ കേസിൽ കുട്ടികൾ ഷോക്കേറ്റ് പിടയുമ്പോൾ അവരെ രക്ഷിക്കാൻ ഇത് കണ്ടുനിന്ന പ്രതി തയ്യാറായിട്ടില്ല എന്നുള്ള വാർത്തയാണ് പ്രതിയുടെ കൺഫെഷൻ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് പുറത്തു വന്നത്.
ആ സമയത്ത് തന്നെ പ്രതി സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞ് ബാഗും പണവും ശരിയാക്കി വെക്ക്, എനിക്ക് ഒളിവിൽ പോകേണ്ടി വരും എന്ന് പറഞ്ഞതായി വീട്ടുകാർ തന്നെ പോലീസിന് മൊഴി കൊടുത്തു. അപ്പോൾ ഇത്തരത്തിൽ ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന പ്രതി ആ സംഭവത്തിന് മുൻപും അതിനുശേഷവും ഫോണിലൂടെ കോണ്ടാക്ട് ചെയ്തത് ആരൊക്കെയാണ് എന്ന് പരിശോധിച്ചാൽ കൃത്യമായിട്ട് അറിയാം അദ്ദേഹത്തിന്റെ ഒരു പശ്ചാത്തലം. അദ്ദേഹം ഇത്തരം കുറ്റകൃത്യങ്ങളിൽ നേരത്തെ ഇടപെട്ടയാളാണോ, അതുപോലെ തന്നെ ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് ശേഷം ഈ മാംസം അദ്ദേഹം എന്താണ് ചെയ്യുന്നത്, ഈ കുറ്റകൃത്യത്തിന് ശേഷം അദ്ദേഹം എങ്ങോട്ടാണ് ഒളിക്കാൻ ആഗ്രഹിക്കുന്നത്, രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നത്, അത് ഏതു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികളുടെയും അതുപോലെ തന്നെ അതിലെ പ്രധാനപ്പെട്ട വ്യക്തികളുടെയും എല്ലാം ഫോൺ കോൾ ഡീറ്റെയിൽസ് പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ അത് ആ കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമാണ്. അതിലൊന്നും ഒരു ഡീമെറിറ്റും കാണേണ്ടതില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ക്രൂരകൃത്യം നടത്തിയവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക, മാതൃകാപരമായ നടപടി സ്വീകരിക്കുക, ഇത്തരത്തിലുള്ള കുറ്റകൃത്യം ആരും ആവർത്തിക്കാതിരിക്കുക. ഇത് വനത്തിന്റെ ഉള്ളിൽ നടക്കുന്ന സംഭവമല്ല, വന അതിർത്തിയിൽ നടക്കുന്ന സംഭവമല്ല. ഇത് കൃത്യമായി ഇദ്ദേഹം ഒരു കൃഷിക്കാരനുമല്ല, കൃഷിയെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന നടപടിക്രമമല്ല. ഇദ്ദേഹം വർഷങ്ങളായി ആ നാട്ടിൽ തന്നെ താമസിക്കുന്നയാളും ഇത്തരത്തിൽ കെണി വെച്ച് വൈദ്യുതി മോഷ്ടിച്ച് പന്നികളെ പിടിച്ച് മാംസം വിൽക്കുന്ന ഒരു ബോൺ ക്രിമിനലാണ് എന്ന രൂപത്തിൽ തന്നെയാണ് അവിടുത്തെ നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ സംഭവത്തിന്റെ ഗ്രാവിറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. നാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലുവാൻ വേണ്ടി ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് അധികാരം കൊടുത്താൽ പോരെ? പഞ്ചായത്ത് സെക്രട്ടറി പോലും വേണ്ട. ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ ചെയർമാൻ, പഞ്ചായത്ത് ആണെങ്കിൽ അവിടുത്തെ പ്രസിഡന്റ് ഉത്തരവിട്ട് കഴിഞ്ഞാൽ അവിടുത്തെ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാം. ബിജെപിയുടെ പ്രതിനിധി പറഞ്ഞല്ലോ, ഇത്തരത്തിലുള്ള പന്നികളെ വെടിവെക്കാൻ പഞ്ചായത്തുകൾക്ക് അധികാരമുണ്ട്. എന്തുകൊണ്ട് കേരളത്തിൽ ഭരിക്കുന്ന പഞ്ചായത്തുകൾ, വന്യജീവി സംഘർഷമുള്ള പഞ്ചായത്തുകളിൽ ഇത്തരം പന്നികളെ വെടിവെക്കാൻ കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്ത് തയ്യാറാകുന്നില്ല? അവർ തയ്യാറാകില്ല. ഒരു പന്നിയെ പോലും വെടിവെക്കില്ല. കാരണം എന്താ? ഈ വരുന്ന 10 മാസം കൂടി ഈ വന്യജീവി നിയമം, കോൺഗ്രസ് കൊണ്ടുവന്ന നിയമം, കോൺഗ്രസ് ഭേദഗതി ചെയ്യുന്ന നിയമം, ആ നിയമം എങ്ങനെയെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ വീഴ്ചയായി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ ഗൂഢാലോചന വെടിവെക്കുന്നുണ്ട്. തൊട്ടടുത്ത പഞ്ചായത്ത് 145 പന്നിയെ പിടിച്ചത്. ഇവിടെ ബിജെപിയുടെ പ്രതിനിധി പറഞ്ഞല്ലോ 2000 രൂപ 2000 അല്ല 3000 രൂപ ഓരോ പന്നിയെ വെടിവെച്ചാൽ കിട്ടും. ഇത് ചില പന്നികളെ വെടിവെക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്തുകൾക്ക് തീരുമാനമെടുക്കാം. ഇന്ന് കേന്ദ്രത്തിന്റെ ഒരു തീരുമാനം വന്നിട്ടുണ്ട്. ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണം പന്നിയെ, ഷെഡ്യൂൾ 2-ൽ നിന്ന് ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണം എന്നുള്ള നിരന്തരമായിട്ടുള്ള ആവശ്യം, 4ാമത്തെ ആവശ്യമാണ് കേരളത്തിന്റെ ആവശ്യം, ഇന്നും കേന്ദ്രം തള്ളിയത്. അതേ സമയത്തോ ഹിമാചൽ പ്രദേശിൽ കുരങ്ങും പന്നിയും ക്ഷുദ്രജീവിയായി ഇതേ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. അതുപോലെ ബീഹാറിൽ ഇതേ പന്നിയെ, കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി അവർ പ്രഖ്യാപിച്ചു. കേരളത്തിൽ മാത്രം പ്രഖ്യാപിക്കില്ല. കേരളത്തിൽ കോൺഗ്രസിന് എങ്ങനെയെങ്കിലും നില മെച്ചപ്പെടുത്താൻ, ബിജെപിക്ക് എങ്ങനെയെങ്കിലും അഡ്രസ് ഉണ്ടാക്കിയെടുക്കാൻ ഈ വന്യജീവി നിയമത്തിന്റെ ഭാഗമായി ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ട്, ആ ബുദ്ധിമുട്ട് എങ്ങനെയെങ്കിലും സംസ്ഥാന ഗവൺമെന്റ് വന്ന കോൺഗ്രസും ആ നിയമവുമായിട്ട് മുന്നോട്ട് പോകുന്ന ബിജെപിയും ഒരക്ഷരം പോലും തീരുമാനമെടുക്കാതെ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ്. ഇത് യൂണിയൻ ലിസ്റ്റാണ്, കേന്ദ്രമായി പ്രവർത്തിക്കേണ്ടത്. കേരളത്തിൽ കാട്ടുപന്നിയെ വെടിവെച്ചു കൊല്ലാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ? ഈ നിലമ്പൂർ നോർത്ത് ഡിവിഷനിൽ തന്നെ 621 ലക്ഷം രൂപയാണ് ഈ വനത്തിൽ നിന്നും ഇത്തരത്തിലുള്ള ക്ഷുദ്രജീവികൾ പുറത്തിറങ്ങാതെ പ്രതിരോധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇതേ മണ്ഡലത്തിൽ ചെലവഴിച്ചത്. 145.51 കിലോമീറ്റർ സോളാർ വേലി കിട്ടി, 46.9 കിലോമീറ്റർ സോളാർ തൂക്കുവേലി കിട്ടി, അതുപോലെ 4.53 കിലോമീറ്റർ ആന കിടങ്ങുകൾ താഴ്ത്തി, 3 കിലോമീറ്ററോളം ആന മതിലുകൾ. ഇതെല്ലാം ഈ നിലമ്പൂർ നോർത്ത് മണ്ഡലത്തിൽ തന്നെയാണ്. കേന്ദ്രം തരുന്ന പണം കൃത്യമായി വിനിയോഗിച്ച് അതിന്റെ കണക്കും കേന്ദ്രത്തിന് കൊടുക്കുന്നുണ്ട്. അല്ലല്ല, നിങ്ങളൊന്നും ചെയ്തിട്ടില്ല. ശ്രമിച്ചാലും ആനയും കടുവയും പുലിയും എല്ലാം പുറത്തിറങ്ങുന്നത് ഈ പ്രതിരോധത്തെ തകർത്തുകൊണ്ടാണ്. നിങ്ങൾക്കറിയാം, കാട്ടാന എത്രയോ ഇത്തരത്തിലുള്ള പ്രതിരോധത്തെ തകർത്തുകൊണ്ട് വരുന്നു. ഈ നിയമപ്രകാരം 9 അംഗ കമ്മിറ്റി ഉണ്ടാക്കണം, കമ്മിറ്റി യോഗം ചേരണം, ഇത് അപകടകരമാണുള്ള ജീവിയായി പ്രഖ്യാപിക്കണം, അതിനുശേഷം അതിനെ മയക്കുവെടി വെച്ച് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ആലോചന നടത്തണം. അത് സാധിക്കുന്നില്ല എങ്കിൽ മാത്രം വെടിവെക്കാം. ഈ തീരുമാനമെടുക്കാൻ 2, 3, 4 ദിവസം. ഈ പന്നിക്കണി അനധികൃതമായി KSEB-യിൽ നിന്ന് വൈദ്യുതി ലൈൻ വലിച്ച് പന്നിക്കണി വെച്ചിരിക്കുന്നു. ഇതെന്തുകൊണ്ടാണ് KSEB-യോ വനം വകുപ്പോ അറിയാതെ പോയത്? അത് കെണിയായതുകൊണ്ട് തന്നെ, അതായത് ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി ആരെയും കാണാതെ മോഷണം നടത്തി ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ്. ഇദ്ദേഹം ഇതിനു മുമ്പും ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ തന്നെ മൊഴിയിൽ നിന്ന് പുറത്തു വരുന്നു. ഇതിൽ ഏതെങ്കിലും തരത്തിൽ പരാതി കിട്ടിയാൽ അതാത് വകുപ്പുകൾ കൃത്യമായി അന്വേഷിച്ച് നടപടിയെടുക്കും. ഇത് പ്രത്യേക വയറ്, ഒരു തോട്ടി ഉപയോഗിച്ചുകൊണ്ട് ആരും കാണാതെ ഇരുട്ടിന്റെ മറവിലും മറ്റും, അതും മറ്റു ജനവാസ കേന്ദ്രങ്ങൾ അല്ലാത്ത മേഖലയിൽ വൈദ്യുതി ലൈനിലേക്ക് ടച്ച് ചെയ്തിട്ട് വൈദ്യുതി മോഷണം നടത്തി അത് ജലപാതയിലേക്ക്, വെള്ളം ഒഴുകുന്ന സ്ഥലത്തേക്ക് വച്ച് ആ വെള്ളം കുടിക്കാൻ വരുന്ന ഇത്തരത്തിലുള്ള ജീവികളെ കൊലപ്പെടുത്താൻ വേണ്ടി തന്ത്രപൂർവ്വം ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഒരാളെയും സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കാനാണെങ്കിൽ 4 മണിക്കൂറിനുള്ളിൽ ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യോ? ആ പ്രതിയെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്ന സാഹചര്യം. ഒരു കാര്യം നിശ്ചയം ഓർക്കുക, ആ പ്രതിയെ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇന്ന് എന്താകുമായിരുന്നു സാഹചര്യം?
19-ാം തീയതി തെരഞ്ഞെടുപ്പ് വരെ ഈ പ്രതി എവിടെ കിട്ടിയോ അന്ന് ഓർമ്മയുണ്ടല്ലോ AKG സെന്റർ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ഇതേ നേതാക്കന്മാർ തന്നെ കിട്ടിയോ എന്ന് ചോദിച്ചുകൊണ്ട് ശ്രീ കെ അരുൺകുമാർ, മുമ്പ് ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ ഈ പന്നിക്കണിയിൽ നിന്ന് മനുഷ്യർക്ക് ഷോക്കേറ്റ് മരിക്കുന്ന സംഭവങ്ങളുണ്ടായി. ആ പശ്ചാത്തലത്തിൽ സർക്കാർ എന്ത് നടപടികൾ സ്വീകരിച്ചു? കഴിഞ്ഞ 2 ദിവസമായി ഈ വിഷയത്തിന്റെ പേരിൽ നടക്കുന്ന നുണപ്രചരണങ്ങളിൽ സത്യാവസ്ഥ സംവദിക്കാനുള്ള ഒരു അവസരം എന്ന രൂപത്തിൽ സത്യം പറഞ്ഞു. കോൺഗ്രസിന്റെ നേതാവും അതുപോലെ BJPയുടെ നേതാവും നുണ തന്നെ പറഞ്ഞുകൊണ്ട് അതിനെ പ്രതിരോധിക്കുകയാണ്. ഈ BJPയുടെ നേതാവ് എന്താ പറഞ്ഞേ? വന്യജീവി ആക്രമണം ഉണ്ടാകുന്ന 1ാമത്തെ സംസ്ഥാനമാണ് കേരളം. പൊട്ടത്തെറ്റ്. വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടായി മനുഷ്യർ കൊല്ലപ്പെടുന്നതിൽ ആദ്യത്തെ 12 സ്റ്റേറ്റ് എടുത്താൽ അതിൽ കേരളമില്ല. ഏറ്റവും കൂടുതൽ തൊട്ടടുത്തുള്ള കർണാടകയും ഒറീസയും അടക്കമുള്ള സംസ്ഥാനങ്ങളിലാണ്. സമയം കിട്ടുമ്പോൾ വസ്തുതകൾ ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. പിന്നെ കേന്ദ്രം തരുന്ന ഫണ്ട് ചെലവഴിക്കുന്നില്ല. ഇത് കുറെ നാളുകളായി എല്ലാ കാര്യത്തിലും നിങ്ങൾ പറയുന്നതാണ്. ഇത്ര രൂപ ഇന്ന ദിവസം അനുവദിച്ചു, ഇന്ന കാര്യത്തിന് അനുവദിച്ചു, അതിൽ ഇത്ര രൂപയെ ചെലവാക്കിയിട്ടുള്ളൂ. ഏതെങ്കിലും വസ്തുത പറയാൻ താങ്കൾക്ക് പറ്റുമോ? ഇത് ഓടെ വെടിവെക്കാൻ വേണ്ടി കുറച്ച് ആരോപണങ്ങളുമായിട്ട് ഇറക്കിത്തിരിക്കും. ഇത് കൺകറന്റ് ലിസ്റ്റ്, ഇത് യൂണിയൻ ലിസ്റ്റാണ് വനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഇതിനെല്ലാം കൃത്യമായിട്ടുള്ള ഓഡിറ്റിംഗ് ഉണ്ട്. പണം അതിന്റെ അതിർത്തി പോയി ചെയ്യണതിന് കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു തുണ്ട് ഭൂമി നഷ്ടപ്പെടാൻ പാടില്ല. നഷ്ടപ്പെട്ടാൽ അതിന് പകരം ഭൂമി കൊടുക്കണം. ആ നിയമത്തിന്റേതായിട്ടുള്ള നൂലാമാലകൾ നിലനിൽക്കുന്നു എന്നല്ലാതെ കൃത്യമായി ഇത്തരം രംഗങ്ങളിൽ ഇടപെടുന്നുണ്ട്. പിന്നെ ഇത്തരത്തിൽ പെറ്റു വളരുന്നു, എണ്ണം കൂടുന്നു, അവരുടെ ആവാസ വ്യവസ്ഥയിൽ ഇത്രയും വനം പോരാ എന്നുള്ള കൃത്യമായിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്. അതിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടി യോജിച്ച തീരുമാനമാണ് വേണ്ടത്. നുണപ്രചരണങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യമല്ല വേണ്ടത്. പിന്നെ കോൺഗ്രസിന്റെ പ്രതീതി പറയുകയാണ്, അദ്ദേഹം കോൺഗ്രസ്സുകാരനല്ല. മിസ്റ്റർ, ഇദ്ദേഹത്തിന് കോൺഗ്രസുമായിട്ട് ഒരു ബന്ധമില്ല എങ്കിൽ ഈ ചാനലുകൾ, ഈ മാധ്യമങ്ങൾ പണമൊന്നും കിട്ടിയിട്ടില്ല എന്നാണോ ഉദ്ദേശിച്ചത്? അല്ല, കിട്ടുന്ന പണം എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കുന്നത് പോലെയുള്ള വിഹിതം സംസ്ഥാനത്തിന് കിട്ടുന്നു. അത് കൃത്യമായി തന്നെ ചെലവഴിക്കുന്നു. ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം നുണയല്ലല്ലോ പറഞ്ഞത്. ഈ നിലമ്പൂർ മണ്ഡലത്തിൽ തന്നെ 621.17 ലക്ഷം രൂപ പ്രതിരോധ നിർമ്മാണ പ്രവർത്തനം, അതായത് വനത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള വന്യജീവികൾ പുറത്തേക്ക് വരാതെ മനുഷ്യ സഹജമായ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തതിന്റെ കണക്കാണ് ഞാൻ പറഞ്ഞത്. കൃത്യമായി കിലോമീറ്റർ കണക്കിന് പറഞ്ഞല്ലോ. 145 കിലോമീറ്റർ സോളാർ വേലി ഈ മണ്ഡലത്തിലുണ്ട്. 46 കിലോമീറ്റർ സോളാർ തൂക്കുവേലിയുണ്ട്. 4.5 കിലോമീറ്റർ ആനക്കിടങ്ങ്, ആനമതിൽ. ഇതെല്ലാം കേന്ദ്ര ഫണ്ട്, സംസ്ഥാന ഫണ്ട് കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന പദ്ധതിയാണ്. ഈ പദ്ധതികൾ ഉണ്ടെങ്കിലും വന്യജീവികൾ ഇതിനെ ലംഘിച്ചുകൊണ്ട് ഇത് തകർത്തുകൊണ്ട് പുറത്തിറങ്ങി വരുന്ന നിരവധി സാഹചര്യങ്ങൾ നമ്മൾ കാണുകയാണ്. പിന്നെ കോൺഗ്രസ് പറഞ്ഞത് ഞങ്ങൾ അത് നിലമ്പൂർ മണ്ഡലത്തിന്റെ ആവശ്യവുമായി താരതമ്യം ചെയ്യുമ്പോൾ എത്ര കണ്ട് പൂർണ്ണമാണ്? ശ്രീ അരുൺകുമാർ, 4.5 കിലോമീറ്റർ എന്നാണ് താങ്കൾ പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, അതായത് 145 കിലോമീറ്റർ, 145.51 കിലോമീറ്റർ സോളാർ വേലി. ഒന്ന് കണക്ക് കൂട്ടുക. 145 കിലോമീറ്റർ, 46 കിലോമീറ്റർ സോളാർ തൂക്കുവേലി, 4.53 കിലോമീറ്റർ ആനക്കിടങ്ങ്, 2.37 കിലോമീറ്റർ ആനമതിൽ. ഇവയെല്ലാം ഓരോ വനത്തിന്റെ പ്രദേശത്തിന്റെ പ്രത്യേകത അനുസരിച്ച് തന്നെയാണ് ചെയ്യുന്നത്. ഇത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ കൂടിയാലോചനയിലൂടെ ഓരോ വർഷവും അനുവദിക്കപ്പെട്ട ഫണ്ടിന്റെ ഭാഗമായി തന്നെയാണ് ചെലവഴിക്കുന്നത്.